ശ്രീമതി കെ കെ രമ MLA നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം ചേച്ചി, എവിടെയാണിപ്പോൾ? തിരുവനന്തപുരത്താണോ? രമ ചേച്ചിക്ക് കേൾക്കാമോ? കേൾക്കുന്നില്ലേ? ചേച്ചി, ഇത് കേരള വിഷൻ ന്യൂസ് 24/7 നിന്ന് ഫിറോസ് ആണ് വിളിക്കുന്നത്. എങ്ങനെ ഇരിക്കുന്നു ചേച്ചി? സുഖമായിട്ടിരിക്കുന്നോ? ബജറ്റ് നിർദ്ദേശങ്ങളൊക്കെ എങ്ങനെയുണ്ട്? തകർത്തെന്നാണോ അഭിപ്രായം? പിന്നെ ബജറ്റ് ജനങ്ങളെ പുറം പൊളിച്ചില്ലേ? ഇതുപോലെ കൊള്ളയായ ഒരു ബജറ്റ് നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? തീർത്തും സാധാരണക്കാരനെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ഈ ബഡ്ജറ്റ്. വലിയ 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 പ്രതിഷേധം ഉണ്ടാക്കേണ്ട ഒരു ബജറ്റാണ്. ഒരു തരത്തിലും ഒരു രക്ഷയില്ലാത്ത ബഡ്ജറ്റാണ്. ഒരു പഠനവും നടന്നിട്ടില്ല. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പഠനവും ഇതിനകത്ത് നടക്കാതെ നടത്തിയ ഒരു ബഡ്ജറ്റായിട്ടാണ് തോന്നുന്നത്. അത്രയേറെ കൊള്ളയാണ് സാധാരണ ജനങ്ങൾക്ക് മേലെ ഈ ബജറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രമ ചേച്ചി, മന്ത്രി പറയുന്നത്, ബാലഗോപാൽ പറയുന്നത് നമുക്ക് ഈ വരുമാനത്തിന് മറ്റ് മാർഗങ്ങളില്ല എന്നൊക്കെയാണ്. നമ്മൾ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നു, കേന്ദ്രം വല്ലാതെ നമ്മളെ കടക്കണിയിലേക്ക് ഉന്തി തള്ളി വിടുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളൊക്കെ അദ്ദേഹം ഉന്നയിക്കുന്നു. അതിനെപ്പറ്റിയൊക്കെ ശ്രീമതി കെ കെ രമയുടെ അഭിപ്രായം എന്താണ്? അല്ല, ഇത് സ്ഥിരം പറയുന്നതല്ലേ, കേന്ദ്രം തരുന്നില്ല, കേന്ദ്രത്തിന്റെ പ്രശ്നമാണെന്ന്. പക്ഷെ ഇവിടെ വരുമാനം കൂട്ടാനുള്ള മറ്റ് മാർഗങ്ങളെ കുറിച്ച് എന്ത് പഠനമാണ് സർക്കാർ നടത്തുന്നത്? ഈ പാഴ്ചെലവുകൾ വലിയ തോതിൽ വർദ്ധിക്കുന്നത്, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? അമിതമായ തോതിലുള്ള ധൂർത്ത് പലയിടങ്ങളിൽ നടക്കുകയാണല്ലോ. ഇതൊക്കെ നടത്തിയിട്ട് ഇതിന്റെയൊക്കെ ഭാരം സാധാരണ ജനങ്ങളിലേക്കാണ് എത്തിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു ബജറ്റിൽ നോക്കൂ നിങ്ങൾ, ഒരു സാധാരണക്കാരന് 1 സെന്റ് ഭൂമിയോ 2 സെന്റ് ഭൂമിയോ ഏതെങ്കിലും വാങ്ങി ഒരു കൂര വെച്ച് താമസിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇനി എത്രയാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്? ആ തരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് നമ്മൾ ജനങ്ങൾ? അതുപോലെ തന്നെ പെട്രോളിന്റെ ഇതിന്റെയും സെസ് കൂട്ടിയത്, നമ്മളത് കുറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. പെട്രോളിന്റെ ഡീസലിന്റെയും വില അങ്ങനെ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. അതിന്റെ പുറമെയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ സെസ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ തരത്തിലുള്ള വില വർധനവിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇനി ഒരു മനുഷ്യൻ ജീവിക്കുക? നമുക്കൊക്കെ ഇനി ജീവിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതിന് എന്ത് പ്രതിവിധിയാണ് ഇവർക്ക് മുന്നോട്ട് വെക്കാനുള്ളത്? ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നതിലേക്കാണല്ലോ നോക്കിക്കാണുന്നത്. ഇത് സാധാരണക്കാരന് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അങ്ങേയറ്റ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. അത് അതിന് കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം അറിയില്ല, മറിച്ച് അതിലപ്പുറത്തേക്ക് അത് മറികടക്കാനുള്ള പദ്ധതികൾ ഉണ്ടാവുകയായിരുന്നല്ലോ വേണ്ടത്. അതാണല്ലോ ഗവൺമെന്റിന്റെ പ്രധാന പ്രവർത്തനങ്ങള്. അതാണല്ലോ ഗവൺമെന്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതുണ്ടായിട്ടില്ല ഈ ബഡ്ജറ്റിൽ എന്നുള്ളതാണ് നിരാശാജനകമെന്നൊന്നും പറഞ്ഞാൽ പോലെ. ഇത് അങ്ങേയറ്റത്തെ കൊള്ളയാണ് എന്ന്, ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് എന്ന് പറയേണ്ട ഒരു സാഹചര്യം അതിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഹലോ, ദിവസങ്ങളിൽ തുടരും. ഞങ്ങൾ കെ കെ രമ MLAയും അതിന്റെ മുൻനിരയിൽ പ്രതീക്ഷിക്കാം. നമ്മൾ കെ കെ രമ MLAയും ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെതിരായ പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ പ്രതീക്ഷിക്കാം. യെസ്, എനിക്ക് തോന്നുന്നു ചേച്ചി തിരക്കിലാണ്. കാരണം ഇന്നിപ്പോൾ ബജറ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനിയിപ്പോൾ നാളെ രാവിലെ വീണ്ടും സഭയിലേക്ക് എത്തേണ്ടതാണ്. തിരുവനന്തപുരത്ത് തിരക്കിനിടയിലാണ് കെ കെ രമ MLA പ്രതികരിക്കുന്നത്. സാധാരണക്കാരൻ ഇനി എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കുമെന്ന് കെ കെ രമ MLA ചോദിക്കുന്നു. ഒരു സാധാരണക്കാരൻ, ഒരു കൂര സ്വപ്നം കാണുന്നവൻ 2 സെന്റ് ഭൂമി വാങ്ങിയവൻ എങ്ങനെ വീട് വയ്ക്കും എന്ന് ചോദിക്കുന്നു. പെട്രോൾ ഡീസൽ വിലയൊക്കെ ഏത് തരത്തിലാണ് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നത് എന്ന് കെ കെ രമ MLA വിശദീകരിക്കുകയായിരുന്നു.